ഈശോയേ, ഈ ഭൂവിൽ ആരെന്നെ സ്നേഹിച്ചില്ലെങ്കിലും ദുഃഖിതനല്ല ഞാൻ. ഈശോയേ, ഈ ഭൂവിൽ ആരെന്നെ സ്നേഹിച്ചില്ലെങ്കിലും ദുഃഖിതനല്ല ഞാൻ. അങ്ങെന്നെ സ്നേഹിച്ചു താനോലിച്ചുമ്മ പകരുന്നതാണെന്റെ ആനന്ദം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയിർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അങ്ങയുടെ പരിശുദ്ധ മാതാവിന്റെ വിമല ഹൃദയം വഴി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവും ഞങ്ങളെ എല്ലാ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും പൈശാചികമായ കെണികളിൽ നിന്നും രക്ഷിക്കട്ടെ. വളരെ പ്രത്യേകിച്ച് ഈ കാലത്തുള്ള മാരക രോഗങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും പാപചാച്ചിലുകളിൽ നിന്നും പാപസാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈശോയെ, ഈ ദിവസം അങ്ങയുടെ പ്രത്യേകമായ കൃപയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. അങ്ങയുടെ കൃപയുടെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ. ഞങ്ങൾ ചെയ്യുന്നതായ സകല പ്രവൃത്തികളും അങ്ങയുടെ മഹത്വത്തിനായും തിരുസഭയുടെ നിയോഗങ്ങൾക്കായും പാപികളുടെ മാനസാന്തരത്തിനായും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മോചനത്തിനായും ഞങ്ങളുടെ തന്നെ
പാപപരിഹാരത്തിനായി ഞങ്ങളുടെ തന്നെ ഞങ്ങൾ പാപപരിഹാരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. ഓ മറിയമേ, എപ്പോഴും നീ ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്നു. നീ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ്. ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഒപ്പം രോഗികളായവരുടെ ആരോഗ്യവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിന്റെ വേദനയിൽ അമ്മേ നീയും പങ്കുപറ്റിയില്ലേ? കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഈ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് വേണ്ടത് എന്ന് നിനക്കറിയാം. അമ്മേ, നീ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഗലീലയിലെ കാനായിൽ എന്ന പോലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് സന്തോഷവും ആഘോഷവും മടങ്ങി വരട്ടെ. പിതാവിന്റെ ഹിതത്തിനനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യാൻ ദിവ്യസ്നേഹത്തിന്റെ മാതാവേ ഞങ്ങളെ സഹായിക്കൂ. ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത ക്രിസ്തു പുനരുത്ഥാനത്തിന്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്തു. ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയായ നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. നിരവധി പരീക്ഷണങ്ങളെ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ. മഹത്വപൂർണ്ണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യകേ, എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധ അമ്മയായ നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു. കന്യകാ മറിയമേ, ഈ കൊറോണ വ്യാധിയുടെ പിടിയിലായിരിക്കുന്ന ഞങ്ങളുടെ മേൽ നിന്റെ കരുണയുള്ള കണ്ണുകൾ തിരിക്കുക. പ്രിയപ്പെട്ടവരുടെ മരണവും മനസ്സിനെ ഭാരപ്പെടുത്തുന്ന തരത്തിൽ ചില സാഹചര്യങ്ങളിലുണ്ടായ മൃതസംസ്കാരവും ഓർത്ത് വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗം മൂലം ദുരിതം അനുഭവിക്കുന്നവരെയും നീ പിന്തുണയ്ക്കണമേ. പകർച്ചവ്യാധി തടയാനുള്ള പരിശ്രമത്തിൽ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകറ്റപ്പെട്ടവരെയും ഭാവിയെക്കുറിച്ച് ആകുലതപ്പെട്ടവരെയും സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വം മൂലം ജോലിയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവരെയും അമ്മേ നീ ആത്മവിശ്വാസം കൊണ്ട് നിറയ്ക്കണമേ. ഈ കഠിനമായ പരീക്ഷണങ്ങൾ അവസാനിച്ച് പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ ചക്രവാളം ആരംഭിക്കുവാൻ ദൈവത്തിൻ്റെയും ഞങ്ങളുടെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, കരുണയുള്ള പിതാവിൻ്റെ മുൻപിൽ നീ ഞങ്ങൾക്കായി യാചിക്കുമോ? നിന്റെ ദിവ്യപുത്രനോടൊപ്പം കാനായിൽ എന്ന പോലെ ഇടപെടണമേ. രോഗികളുടെയും മരണത്തിന് ഇരയാകുന്നവരുടെയും കുടുംബങ്ങളെ ആശ്വസിപ്പിക്കാനും അവരുടെ ഹൃദയം വിശ്വാസത്തിലേക്ക് തുറക്കാനും നിന്റെ പ്രിയപുത്രനോട് ആവശ്യപ്പെടണമേ. പകർച്ചവ്യാധി മൂലം കഷ്ടത അനുഭവിക്കുന്ന ഈ കാലയളവിൽ ഡോക്ടർമാർ, നഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ അമ്മയെ നീ സംരക്ഷിക്കണമേ. അവരുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ അപകടത്തിലാക്കി മുൻപന്തിയിൽ നിന്ന് സേവനം ചെയ്യുന്ന അവരുടെ വീരോചിതമായ പരിശ്രമത്തിനൊപ്പം അവർക്ക് ശക്തിയും നന്മയും ആരോഗ്യവും നൽകണമേ. രാവും പകലും രോഗികളെ സഹായിക്കുന്നവരോടൊപ്പവും സുവിശേഷത്തോടുള്ള പ്രതിജ്ഞാബദ്ധതയോടെ എല്ലാവരെയും സഹായിക്കാനും പിന്തുണയ്ക്കാനും പരിശ്രമിക്കുന്ന പുരോഹിതരോടൊപ്പവും അമ്മയെ നീ ആയിരിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മനസ്സിനെ നീ പ്രകാശിപ്പിക്കുന്നത് വഴി ഈ വൈറസിനെ കീഴ്പ്പെടുത്താനുള്ള യഥാർത്ഥ പരിഹാര മാർഗം കണ്ടെത്തുന്നതിന് ഇടവരട്ടെ. ദാരിദ്ര്യം മൂലം ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരെ ജ്ഞാനത്താലും ഉദാരമനസ്കതയാലും ഉത്കണ്ഠയോടെയും സഹായിക്കാനും സാമൂഹിക സാമ്പത്തിക പരിഹാരങ്ങൾ ആസൂത്രണം ചെയ്യുക വഴി ദീർഘവീക്ഷണത്തോടെയും ഐക്യദാർഢ്യത്തോടെയും പ്രവർത്തിക്കാനും അമ്മേ എല്ലാ രാഷ്ട്ര നേതാക്കളെയും നീ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, രാഷ്ട്ര നേതാക്കന്മാരുടെ മനസാക്ഷിയെ നീ സ്പർശിക്കണമേ. ആയുധശക്തി വർദ്ധിപ്പിക്കാനായി ചെലവിടുന്ന പണം ഭാവിയിൽ ഇത്തരം ദുരിതങ്ങൾ തടയാനുള്ള പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അവർ വിനിയോഗിക്കട്ടെ. പ്രിയപ്പെട്ട അമ്മേ, ലോകമെന്ന വലിയൊരു കുടുംബത്തിലെ അംഗമാണെന്ന ചിന്തയിലും പ്രത്യേകിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ബന്ധത്തെക്കുറിച്ചുള്ള സ്വയാവബോധത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കാരണം സാഹോദര്യ മനോഭാവത്തോടെയും ഐക്യദാർഢ്യത്തോടെയും നിരവധി ദരിദ്രരെയും ദുരിതത്തിൽപ്പെട്ടിരിക്കുന്നവരെയും സഹായിക്കാൻ ഞങ്ങൾക്കിതുവഴി സാധിക്കും. വിശ്വാസത്തിലുള്ള ഉറച്ച പ്രോത്സാഹനവും അവരനെ സേവിക്കുന്നതിനുള്ള സ്ഥിരോത്സാഹവും പ്രാർത്ഥനയിലുള്ള സ്ഥിരതയും ഞങ്ങൾക്ക് നൽകണമേ. ഓ മറിയമേ, എളിയവരുടെ സങ്കേതമേ, അങ്ങേ കരവലയത്തിൽ നിന്റെ എല്ലാ വേദനിക്കുന്ന മക്കളെയും കാത്തുകൊള്ളണമേ. ഈ ഭയാനകമായ പകർച്ചവ്യാധിയിൽ നിന്ന്
ഞങ്ങളെ മോചിപ്പിക്കാൻ സർവശക്തനായ ദൈവം തൻ്റെ ശക്തമായ കരങ്ങളോടെ കടന്നു വരുവാൻ നീ ഇടയാക്കണമേ. അങ്ങനെ ശാന്തമായതും സാധാരണഗതിയിലുള്ളതുമായ ഒരു ജീവിതം പുനരാരംഭിക്കുവാൻ ഇടവരുത്തണമേ. രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമായി ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്ന നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കൊണ്ടിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കൊണ്ടിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കൊണ്ടിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കൊണ്ടിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കൊണ്ടിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും നിൻ മുൻപിലണച്ച് കൊണ്ടിടുന്നു. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ദിവ്യ ശരീരം
ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യനിലം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നന്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞോ കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. ചിന്നിണബലിയാ ഉന്നത വെളിവാ ശാന്തി ജഗത്തിൽ വിദഗ്ധവനേ, മരണമടഞ്ഞോ ആനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. മൃതരുടെ പാപം തുറക്കണമേ. നിത്യവിരുന്നിൻ കതിരുകൾ വീശം നിറതിരിവരിൽ കൊളുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടി ബലിയർപ്പിക്കാം.
അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീഴാം ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശന സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കീഴുന്നു. ദൈവമേ, എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു. നീയാണൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോയി സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. താതനും പുത്രനും റുഹായ്ക്കുമാതരായി കീർത്തന ഗീതികൾ എന്നേരവും. അങ്ങ് ഞങ്ങൾക്ക് നൽകിയതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ അങ്ങയുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ
ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ മിശിഹായെ, അങ്ങേ നിയമത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. അങ്ങയുടെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. എന്റെ സഹോദരി, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹാ നിന്നെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം, എന്നാൽ പിതാക്കന്മാർ അധികമില്ല. സുവിശേഷ പ്രസംഗം വഴി യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കർത്താവിൽ എൻ്റെ പ്രിയപുത്രനും വിശ്വസ്തനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത് എല്ലായിടത്തും എല്ലാ സഭകളിലും ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ മാർഗങ്ങൾ നിങ്ങളെയും അനുസ്മരിപ്പിക്കുവാനാണ്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ലെന്ന് കരുതി നിങ്ങളിൽ ചിലർ ഔദത്യം ഭാവിക്കാറുണ്ട്. എന്നാൽ കർത്താവ് തിരുമനസ്സായാൽ ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരും. അപ്പോൾ ആ ഉദ്ധതന്മാരുടെ വാക്കുകളല്ല ഞാൻ മനസ്സിലാക്കുക, അവരുടെ ശക്തിയാണ്. ദൈവരാജ്യം വാക്കുകളല്ല, ശക്തിയാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഞാൻ വടിയുമായി വരുന്നതോ സ്നേഹത്തോടും സൗമ്യതയോടും കൂടെ വരുന്നതോ? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയിരും പകരും മൊഴികൾ മോതാൻ ദൈവകുമാരൻ നരനായി നമ്മെ മോചിതരാക്കി. ഈ മൊഴി നിങ്ങൾ കേൾക്കി ഭാഗ്യം നിറയും വലിയൊരു നിധിയിൽ ഈ സഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ.
സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ശിഷ്യന്മാർ യേശുവയെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? ഈശോ ഒരു ശിശുവിനെ വിളിച്ച് അവിടെ മധ്യം നിർത്തിക്കൊണ്ട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടി കടലിന്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലെ 18-ാമത് അധ്യായം സഭയുടെ ശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന എക്ലസിയോളജിക്കൽ ചാപ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. സഭയെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ സഭാശാസ്ത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മത്തായി സുവിശേഷകൻ. അദ്ദേഹം തന്റെ പ്രബോധനം ആരംഭിക്കുന്നത് ഈശോയുടെ അരികിൽ വന്ന് ഒരാൾ ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? അപ്പോൾ ഈശോ കൊടുക്കുന്ന ഉത്തരം വളരെ പെട്ടെന്ന് ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു വചനഭാഗമാണിത് എന്നാണ് ബൈബിൾ പഠിക്കുന്നവർ നമ്മോട് പറയുന്നത്. ഈശോ പറയുന്നു, സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന് പറയുന്ന ആള് ശിശുവിനെ പോലെയാകണം. ഈ ശിശു ആരാണ് എന്നതാണ് ഒരു പ്രശ്നമുള്ളത്. കാരണം തോറ പഠിപ്പിക്കുന്ന ആളുകള്, വചനം പഠിപ്പിക്കുന്ന ആളുകള് തങ്ങളുടെ ശിഷ്യന്മാരെ ശിശുക്കൾ എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളെന്ന് നമ്മൾ അധ്യാപകര് വിദ്യാർത്ഥികളെ വിളിക്കുന്നത് പോലെ ഒരധ്യാപകന്റെയും കുട്ടിയാണ് ഈ ശിശു, അല്ലെങ്കിൽ ഈ ശിശുവാണ് ഈ ശിഷ്യൻ. അപ്പോൾ അതിൽ ഒരു കുഞ്ഞിനെയാണോ അടുത്ത് വിളിച്ചത്, അതൊരു ശിശുവിനെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണോ എന്ന് വ്യക്തമല്ല. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ശിശുവിനെ കുറിച്ചാണോ വിദ്യാർത്ഥിയെ കുറിച്ചാണോ, ഇത് രണ്ടുപേരെ കുറിച്ചായാലും ശരി തന്നെ. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വിദ്യാർത്ഥിയുടെയോ അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെയോ തല വളർന്നതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കില്ല. എന്ന് പറഞ്ഞാൽ ആ ഒരു ബൗദ്ധികമായ അറിവുകൾ ധാരാളമായിട്ട് സമ്പാദിക്കാനായിട്ട് സാധിച്ചു. ധാരാളം ഇൻഫർമേഷൻസ് അവരുടെ ഹൃദയത്തിലുണ്ടായി. ഒത്തിരിയേറെ ലോകത്തിൻ്റെ അറിവുകൾ സമ്പാദിച്ച് വലിയ ഒരു തല ഉള്ളവനായി. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഈ വലിയ തലയന്മാർക്ക് ബുദ്ധിമുട്ടാണെന്നാണ്. വലിയ തലയുള്ളവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ ഭാരമുള്ള ഒരു കാര്യമാണ്. സ്വർഗരാജ്യത്തിൻ്റെ സ്വീകാര്യത വിനയമുള്ള, എളിമയുള്ള ഒരു ഹൃദയം ആണ്. എളിമയുള്ള, വിനയമുള്ള ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിക്കാണ് സ്വർഗരാജ്യത്തിലെ സ്വീകാര്യത ഉണ്ടാകുന്നതെന്ന് ഈശോ പറയുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ വലുതാക്കാനായിട്ട് അന്യരോടുള്ള അനുകമ്പയും അന്യരോടുള്ള സ്നേഹവും അന്യരെക്കുറിച്ചുള്ള, മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ കാരുണ്യവും, കൺസേൺ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെയാണ് കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് ഈശോ ഇവിടെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഒരാള് ഇതുപോലെ ഒരു ശിശുവിനെ സ്വീകരിക്കുകയാണ്, എൻ്റെ നാമത്തിൽ സ്വീകരിക്കുക. കർത്താവിന് വേണ്ടി സ്വീകരിക്കുക എന്ന അർത്ഥത്തിലും കർത്താവിനെ പോലെ സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ അങ്ങനെ രണ്ട് രീതിയിൽ മനസ്സിലാക്കണം. കർത്താവ് എന്ന വണ്ണം ഒരു ശിശുവിനെ സ്വീകരിക്കുക.
നമുക്കറിയാം, ശിശുവിനെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു കുഞ്ഞിനെ സ്വീകരിക്കുക, കാരണം അവൻ്റെതായ സിദ്ധാന്തങ്ങളും അവൻ്റെതായ ഇഷ്ടാനുഷ്ഠാനങ്ങളും അവൻ്റെതായ ചിട്ടവട്ടങ്ങൾക്കൊക്കെ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യന് വളരെയേറെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ശിശു നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ പെരുമാറുന്നവനാണ്. അപ്പോൾ ഈശോയെ ഇങ്ങനെ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഈശോ എപ്പോഴാണ് ചിത്താന്തം കാണിക്കുന്നത് പറയാൻ പറ്റില്ല, എപ്പോഴാണ് ചില കാര്യങ്ങൾക്ക് മുറവിളി കൂട്ടുന്നത് പറയാൻ പറ്റില്ല. ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഈശോയെ സ്വീകരിക്കുന്ന പോലെ കുഞ്ഞിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ ഇങ്ങനെ സ്വീകരിക്കുക എന്നുകൂടെ ഒരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ ഈശോയുടെ പേരിൽ, ഈശോയ്ക്ക് വേണ്ടി ഇത്തരം ആളുകളെ, ഒരുപക്ഷെ വിദ്യാർത്ഥികളെ, വചനം പഠിക്കുന്നവരെ ഒക്കെ സ്വീകരിച്ച് അവരെ ആത്മീയമായി വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരർത്ഥത്തിലും നമുക്കിതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ എന്ന വണ്ണം മറ്റുള്ള ആളുകളെ സ്വീകരിച്ച് അവർക്ക് ദൈവവചനം പഠിപ്പിച്ച് അവരുടെ ഹൃദയങ്ങളെ കാരുണ്യമുള്ളതാക്കി തീർക്കുക. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥതയുള്ളവനായിട്ടാണ് മാതാപിതാക്കന്മാരുടെ ഉദരത്തിൽ നിന്ന് വരുമ്പോഴേ തന്നെ നമ്മൾ കാണുന്നത്. അവൻ അടിസ്ഥാനപരമായ സ്വാർത്ഥനാണ്. അപ്പൊ സ്വാർത്ഥതയുള്ള ഈ മനുഷ്യരെ മറ്റുള്ളവരിലേക്ക് തുറവിയുള്ള ഒരാളാക്കി മാറ്റുക. എന്നിട്ട് ഈശോ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, ഈ മനുഷ്യനെ സ്വാർത്ഥനായിട്ട് വളരാനായിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ തിന്മയിലേക്ക് അവനെ ചായ്ക്കുന്ന ഒരു വ്യക്തിയായി മാറുക, പാപം ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. പാപഹേതുവാകുക എന്ന് പറഞ്ഞ അർത്ഥം. പാപം ചെയ്യാനായിട്ട് അവനെ പഠിപ്പിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരുവന്റെ ഇന്നസെൻസ്, അവന്റെ നിഷ്കളങ്കത എടുത്തു മാറ്റുന്ന ഒരു പ്രവൃത്തി അവനെ പഠിപ്പിക്കുകയും ആ തരത്തിൽ അവന്റെ ആചാര്യനാകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നവന് നല്ലത് അവന്റെ കഴുത്ത് തിരികളിൽ കെട്ടി കടലിൽ എറിയുക എന്നുള്ളതാണ്. അവനെ തന്നെ ഇല്ലാതാകുന്നതാണ് നല്ലത്. മറ്റൊരാളെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നീ തന്നെ സ്വയം നശിച്ചു പോകുന്നതാണ്. അല്പം അതിശയോക്തി കലർന്ന ഒരു കാര്യമായിട്ടാണ് ഈശോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വാച്യാർത്ഥത്തിൽ കേട്ടവർ മനസ്സിലാക്കിയത് ചാവുകടലിന്റെ നടുഭാഗത്തേക്ക് തിരികളിൽ കെട്ടിയ ഒരുത്തന്നെ ആഴത്തിലേക്ക് എറിയപ്പെടണമെന്ന അർത്ഥത്തിലാണ്. എന്ന് വെച്ചാൽ അവന് പിന്നീട് ഒരിക്കലും ജീവനിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഒരു പാവപ്പെട്ടവനെ, അല്ലെങ്കിൽ ഒരു ദരിദ്രനെ, അല്ലെങ്കിൽ ഒരു അറിവില്ലാത്തവനെ തിന്മയായ ഒരു അറിവ് നൽകിക്കൊണ്ട് അവനെ തെറ്റായ വഴിയിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ വളരെ കഠിനമായ ശിക്ഷ അർഹിക്കുന്ന ഒരു പാപമാണ് എന്നാണ്. അടുത്ത നാളിൽ വായിച്ച ഒരു ചെറിയ കഥ എങ്ങനെയാണ്, വൃദ്ധനായ മനുഷ്യൻ മരിക്കാൻ നേരത്ത് ഇയാൾ വളരെയേറെ അസ്വസ്ഥനായി കാണപ്പെടുന്നു. ഇപ്പൊ കുട്ടികൾ വന്ന് ചോദിക്കുകയാണ്, എന്താണ് അപ്പനിങ്ങനെ അസ്വസ്ഥനാകുന്നത്? നമ്മുടെ നാട്ടിലെ കഥയല്ല, ഒരു ഇംഗ്ലീഷ് കഥയാണ്. അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ വളരെ വേദനയോടെ പറയുകയാണ്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ കൂട്ടുകാരോട് കൂടെ ഒരു വലിയ തിന്മ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ തിന്മ? അത് നാൽക്കവലയിൽ ഉണ്ടായിരുന്ന ഒരു ബോർഡ്, ഒരു സൈൻ ബോർഡ്, ഒരു സ്ഥലത്തേക്ക് പോകുന്ന ബോർഡ്, സൈൻ ബോർഡ് റോഡുകളിലെല്ലാം കാണുമല്ലോ, ഇന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇതാണ്, അങ്ങനെ കാണിക്കുന്ന ഒരു സൈൻ ബോർഡ് ഞങ്ങൾ കൂട്ടുകാർ കൂടി തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? ഒത്തിരിയേറെ വാഹനങ്ങൾ വഴിതെറ്റി ആ വഴിയായി സഞ്ചരിച്ചു. എത്ര ആളുകൾക്ക് വഴിതെറ്റിപ്പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒത്തിരി പേര് അങ്ങനെ വഴിതെറ്റി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ട് ഞങ്ങൾ ഉള്ളിൽ ചിരിച്ചിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്, കൈകൊട്ടി ആനന്ദിച്ചിട്ടുണ്ട്. അതോർത്താണ് ഞാനിപ്പോൾ വേദനിക്കുന്നത്. ഇതന്നെയാണ് യേശു പറയുന്നത്. തെറ്റായൊരു വഴി കാണിച്ചു കൊടുക്കുന്ന വഴി അനേകമായിരം ആളുകൾ ആ വഴിക്ക് പോയി എന്ന് വന്നേക്കാം. നമ്മൾ ചെയ്ത പാപം നമുക്ക് തിരുത്താൻ പറ്റും. എന്നാൽ ഈ വഴിതെറ്റിപ്പോയ ആളുകൾ വീണ്ടും അനേകം ആളുകളെ വഴിതെറ്റിക്കുന്നുണ്ടാകും. അങ്ങനെ നമ്മൾ ചെയ്ത ഒരു തിന്മ ലോകാവസാനം വരെ അനേകം മടങ്ങ് ഈ കൊറോണ വൈറസ് പടരുന്നത് പോലെ പടർന്ന്
അനേകരിലേക്ക് പ്രവേശിക്കും നമ്മൾ കാണും. അതിനെ തടയുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അപ്പൊ നമ്മളിലൂടെ ആരംഭിച്ച ഒരു തിന്മ, നമ്മൾ ഒരാളെ ഒരു തിന്മ പഠിപ്പിച്ചപ്പോൾ ആ തിന്മ ഇങ്ങനെ ലോകത്തിലേക്ക് പടരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് വല്ലാത്തൊരു വിവേകം നമ്മളിൽ ഉണ്ടാക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയോട് നമുക്ക് പറയാം, മനുഷ്യരായ നമ്മളെക്കുറിച്ച് ഈശോ പറയുന്നത് പാപഹേതു ഉണ്ടാകാം, പക്ഷെ ആരാണോ പാപഹേതു ആകുന്നത് അവന് ദുരിതമാണ്. അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ കൈകൂപ്പാൻ പറ്റാത്തവരായി, കൈകൂപ്പേണ്ടതല്ലാത്തവരായി ഈ ലോകത്താരും തന്നെ ഉണ്ടാകുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും നിങ്ങളുമെല്ലാം ഇങ്ങനെ അനേകം ആളുകൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ തിന്മയിലേക്ക് നയിച്ചിട്ടുണ്ടോ, നയിച്ചിട്ടില്ലേ, ഇല്ലെന്ന് ആർക്ക് പറയാനായിട്ട് സാധിക്കും? ആർക്കും തന്നെ അങ്ങനെ ഒരു ന്യായവിധി നേരിടാതെ ഇരിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കർത്താവേ, കരുണയുള്ളവനാകണമേ. അതുകൊണ്ട് നമ്മുടെയും തല വളരാതെ ഹൃദയം വളരാനായിട്ട് നമുക്ക് നോക്കാം, ശ്രമിക്കാം. അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ അർഹതയുള്ളവരായി നമ്മുടെ ഹൃദയം മാറട്ടെ. അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുന്ന പോലെ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും ഇതെല്ലാം കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുക. വലിയവനാകണം എന്ന് വാശി പിടിക്കുമ്പോൾ ചെറിയവനാകുക. അപ്പോൾ വലിയവനായവൻ നമ്മെ ഉയർത്തിക്കൊള്ളും. സ്വയം വലിയവനാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പരിഹാസ്യരാകും എന്ന് മനസ്സിലാകുക. സ്വയം വലിയവനാണെന്ന് കരുതുന്നവനും സ്വയം വലിയവനാകാൻ ശ്രമിക്കുന്നവനും ദൈവസന്നിധിയിൽ പരിഹാസ്യനാകും. കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. അറിവില്ലായ്മകളിൽ പലപ്പോഴും ഞങ്ങൾ വലിയവരാകാനായിട്ട് ശ്രമിച്ച് മറ്റുള്ളവരെ താഴെയിട്ട് വലിയവനാകാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനസ്സ് ഞങ്ങളെല്ലാം ഉള്ളിലുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ കുറ്റം പറഞ്ഞോ, അവർക്ക് മുമ്പിൽ കയറിയോ, റൊബസ്റ്റായിട്ട് തൻ്റെ ഇടം കാണിച്ചോ ഒക്കെ വലിയവനാണ് എന്ന മട്ടിൽ ഇരിപ്പും നടപ്പും എല്ലാം അങ്ങനെ ഉണ്ട്. കർത്താവെ, കരുണ കാണിക്കണമേ. ചെറിയവനാകാനായിട്ട് വലിയ കൃപ ലഭിക്കേണ്ടതുണ്ട്, സ്വർഗത്തിൻ്റെ വലിയ കൃപ. പരിശുദ്ധ അമ്മയെ പോലെ ചെറിയവരാകാനായിട്ട് ഒരു കൃപ തരണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. ഞങ്ങളെയൊന്നാ നിൻ തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും ആദരവാ. ദിവ്യദിനത്താ അർത്യഗണത്തിൻ മലിനതയെല്ലാം കഴുകണമേ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതനാ ഈശോ വഴിയാ കൈക്കൊള്ളണമേ ദിവ്യബലി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും പാവന സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ നീക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി,
നമ്മുടെ ദൈവം നമ്മോടുകൂടെ. യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും അങ്ങയുടെ സുദീർഘമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടുകൂടെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സ്രഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈയവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ഞങ്ങളുടെ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാതിരികീസ്മാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും പ്രത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഇവൽ നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തനാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് വീക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം വഴി ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്ന സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭക്തിജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാസം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഖാതൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ.
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബിന്നിവൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അങ്ങയെ ശുശ്രൂഷിക്കുന്ന അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും സാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സതതം. ഓശാന ഓശാന ഓശാന. പരമശുദ്ധൻ നിരന്തരം മുഴങ്ങുന്നു ആനിലേവൻ. ഇഹപരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സതതം. ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു നിർമ്മലമായ തൃക്കരങ്ങളിലപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം
ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസരിതാ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി. ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസിനി സന്യാസികൾ, ആത്മായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങേ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. തിരുസന്നിധിയിൽ പാപികൾ ഏവരെയും മാടി വിളിച്ചവനാ അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്ത
കരുണാമയനാം കർത്താവേ, നിൻ സവിധേ വന്നനവരതം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷന്റെ മൂല്യമായ ശരീര രഹസ്യങ്ങളെ നമുക്ക് ഭക്തിയോടെ സമീപിക്കാം. അനുതാപം നിന്നുള്ള നശനത്തോടെ അപരാധം പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യും. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ചിന്തകളെ കലഹങ്ങളെ വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, സത്യനായ സർവീശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിലും അവന്റെ സന്നിങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സ്വരം മരിച്ചവരെ കല്ലറകളിൽ നിന്ന് ഉയർപ്പിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവർ തങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചവന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ജീവദായകനായ നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപ കാരുണ്യപൂർവ്വം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരെ, സ്വർഗരാജ്യത്തിന്റെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശു, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവെ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ആമേൻ. മനുഷ്യവർഗത്തിനും ത്യാസ്യായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ചതിൽ ശരീരവും പാനം ചെയ്തതിൽ രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയുടെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. ആമേൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തിവിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനം ഏറട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യകാ സുധനീശോയേ, ദാസന്റേതുപോൽ സൃഷ്ടാവിന്റെയും സാദൃശ്യം നീ നിനയ്ക്കുമേ. പരിശുദ്ധാത്മനുഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവ എളുപ്പങ്ങളിൽ യോഗ്യരാക്കപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായും കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ, കാഴ്ചകൾ അനവരതം കനിവോടു കൈക്കൊണ്ടരുളണമേ. ആബേൽ, നോഖയും അബ്രാഹം യോബുമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയോട് തൃക്കൺ പാർക്കണമേ. ഏലിയ ദിവ്യ സ്നേഹന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട് നാഥ കനിയണമേ ബലിയിൽ. കർത്താവേ, നിൻ ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിയിതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും ദിവ്യാനുഗ്രഹമേകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇനി ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായി അങ്ങേ പൗരോഹിത്യന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ
ലോകവസ്തുക്കൾ നികറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല ഈശോ, എന്റെ അപേക്ഷ കേൾക്കണമേ. ഈ തിരുമുറിവുകൾക്കിടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുവിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധരോടുകൂടെ നിത്യവും അങ്ങേ സ്തുതിക്കുവാൻ അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. അതേ ശാന്തതയും എളിമയുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മധുരമുള്ള വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനകത്താക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ, 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 ഈശോയുടെ മാധുര്യമുള്ള
മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ മാധുര്യമുള്ള ദിവ്യഹൃദയമേ, എന്റെ ഹൃദയം അങ്ങേ ദിവഹൃദയത്വത്തതാക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവഹൃദയത്വത്താക്കണമേ. ഈശോയുടെ മധുരമുള്ള ഹൃദയമേ, എന്റെ മേൽ അൽവുണ്ടായിരിക്കണമേ. അമലോത്ഭവം മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണം. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണം. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. റോസാമിസ്റ്റിക്ക മാതാവേ, ഈശോയുടെ അമ്മേ, ഞങ്ങളുടെയും മാതാവേ, ഞങ്ങളുടെ പ്രത്യാശയും ശക്തിയും ആശ്വാസവും അങ്ങാകുന്നു. ഞങ്ങളുടെ മാതൃസ്നേഹത്തിൽ ഞങ്ങളുടെ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. റോസാമിസ്റ്റിക്ക മാതാവേ, കളങ്കമേശാത്ത കന്യകേ, കൃപയുടെ അമ്മേ, അങ്ങേ വണങ്ങുന്ന മക്കളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരുണ പ്രാപിച്ചു തരണമേ. ഞങ്ങളുടെ ആ യോഗ്യതയല്ല, അങ്ങയുടെ കരുണയാൽ കൃപയും അനുഗ്രഹവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. റോസാമിസ്റ്റിക്ക മാതാവേ, ഈശോയുടെ അമ്മേ, ജപമാല രാജ്ഞി, ക്രിസ്തുവിന്റെ മോദിയ ശരീരമായ സഭയുടെ അമ്മേ, പലവിധ കലഹങ്ങളാൽ ഭിന്നിച്ചു നിൽക്കുന്ന മനുഷ്യവംശത്തിന് മുഴുവൻ ഐക്യവും സമാധാനവും നൽകണമേ. അങ്ങയുടെ മക്കളെല്ലാവരും സ്നേഹത്തിൽ ഒന്നിപ്പിക്കുകയും മാനസാന്തരത്തിന് വരം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. റോസാമിസ്റ്റിക്ക മാതാവേ, അപ്പസ്തോലന്മാരുടെ രാജ്ഞി, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണമേ. വൈദിക ജീവിതത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമുള്ള ദൈവവിളികൾ വർദ്ധിപ്പിക്കണമേ. ദൈവവിളി ലഭിച്ചവർ അതിനനുസൃതമായി ജീവിക്കുവാനും അതുവഴി അങ്ങയുടെ തിരുക്കുമാരന്റെ രാജ്യം വിസ്തൃതമാകുവാനും ഇടയാക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. റോസാമിസ്റ്റിക്ക മാതാവേ, തിരുസഭയുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ തിരുസഭാ ശുശ്രൂഷകർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് വചനപ്രഘോഷകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.